VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജലക്ഷാമം രൂക്ഷം. ലാബ് പ്രവർത്തനങ്ങളടക്കം തടസ്സപ്പെട്ട സാഹചര്യം. സ്ഥലം സന്ദർശിച്ച് അടിയന്തര പരിഹാര നടപടികൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ LDF അംഗങ്ങൾ. അതിൽ ബന്ധപ്പെട്ട് പരസ്യം കഴിഞ്ഞ് ഇപ്പോഴത്തെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ള പ്രശ്നമുണ്ട്, ലാബ് നിർത്തിവെച്ചില്ല, അങ്ങനെന്താ യൂറിൻ ടെസ്റ്റ് നിർത്തിവെച്ചിട്ട് ഈ വെള്ളത്തിന്റെ അപ്പം ഞങ്ങളോട് പറഞ്ഞത് വെച്ചാൽ മുമ്പ് ഹോസ്പിറ്റലിൽ തന്നെ പറ്റിയിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞത് വെച്ചാൽ പിന്നെ വെള്ളത്തിന്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വിഷയങ്ങളൊക്കെ സംഭരിക്കാനുള്ള ഇതില്ല. ദിനംപ്രതി നിരവധി രോഗികളെത്തുന്ന പാണ്ടിക്കാട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി ജലക്ഷാമം രൂക്ഷമായ സാഹചര്യമാണുള്ളത്. ഇവിടെ എത്തുന്ന രോഗികൾക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കും കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമായ വെള്ളത്തിന് രൂക്ഷമായ ക്ഷാമം നേരിട്ട് വരികയാണ്. വെള്ളക്ഷാമം മൂലം ലാബ് പ്രവർത്തനങ്ങളടക്കം തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത്. ഇതോടെയാണ് പഞ്ചായത്ത് പ്രതിപക്ഷ LDF അംഗങ്ങളായ യൂനിസ് വടക്കിന്റെയും ഷബീബ് കോട്ടയിലിന്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിക്കുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തത്. അതായത് പിന്നെ എന്താ പറയാ, നമ്മളെ സംബന്ധിച്ച് ഇതിലിപ്പോ ആരും കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഒരാളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോ അതിന് നല്ല പ്രതിഷേധം ചെയ്യാം. ഇപ്പൊ ലേഡി സ്റ്റാഫൊക്കെ ഇപ്പോ ഒന്നും തരില്ല എന്ന് പറഞ്ഞു നിൽക്കുകയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളെ സംബന്ധിച്ച് പിന്നെയും പ്രശ്നമില്ല, സ്ത്രീകളെ സംബന്ധിച്ച് റൂമിൽ പോകണമെങ്കിൽ പേഷ്യന്റ് ആണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പഞ്ചായത്ത് ചെയ്യാനിട്ടല്ല, അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു സൊല്യൂഷൻ ഇവിടെ കുറെ തടസ്സങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥിരമായ സംവിധാനം വെള്ളത്തിന് ഇവിടെ ഇല്ലല്ലോ. പണ്ടുപോലെ പാടത്തുള്ള കിണറ്റിൽ നിന്നാണ് വെള്ളം അടിച്ചത്. അപ്പൊ അത് മാറ്റി ഇവിടെ കിട്ടണമെങ്കിൽ ഒരു കുഴപ്പം ഇവിടെ കുഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വെള്ളം കിട്ടുന്ന ആളുകൾ സാധാ കിണർ കുഴിച്ചാൽ ഇവിടെ വെള്ളം കിട്ടില്ല. അല്ല, ഇത്രയും വർഷങ്ങളായിട്ടും അത് വളരെ ശരി. കാരണം കുറെ മുന്നേ നമുക്ക് പ്രൊജക്റ്റിലൊക്കെ വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പഞ്ചായത്തിലൊക്കെ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. 26-27 വെച്ചിട്ടുണ്ട്. പക്ഷേ 25 പഴയതിൽ വന്നിട്ടില്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജലക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപ്പിലാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു. 1 മാസം മുന്നേ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നതായും LDF അംഗങ്ങൾ പറയുന്നു. പാണ്ടിക്കാട് ഫാമിലി ഹെൽത്ത് സെന്ററിൽ 3 മാസക്കാലോളമായിട്ട് വെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമാണ്. കുടിവെള്ളം മാത്രമല്ല, മറ്റ് ലാബ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വരെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറിൻ ടെസ്റ്റുകളൊക്കെ നിർത്തിവെച്ചിട്ട് മാസങ്ങളായിട്ടുണ്ട്. 1 മാസക്കാലം മുമ്പ് പ്രതിപക്ഷം എന്നവർക്ക് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒരു പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ പരിഹാരമുണ്ടാവുമെന്ന് സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോ നിലവിൽ ഇവിടുന്ന് വരുന്ന രോഗികൾ ഒരു 600ഓളം രോഗികളാണ് ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത്. ആ ആളുകൾക്കൊക്കെ എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം, കുടിവെള്ളവും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ ഇല്ലാത്തതുകൊണ്ട് പല ടെസ്റ്റുകളും നിർത്തിവെച്ച് ഇവിടെ പൊതുജനങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അതിന് എന്തെങ്കിലും ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞങ്ങളെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ളത്. ആ പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. 2005 കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ 2026 കാലഘട്ടമായിട്ട് ശേഷം 21 വർഷങ്ങൾക്ക് ഇപ്പുറവും ഇവിടെ ഒരു കുടിവെള്ളത്തിന്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം കാലങ്ങളായിട്ട് ഇവിടെയുള്ള നഴ്സുമാരും ഇവിടെ വരുന്ന രോഗികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത്. ഈ കാലം വരെ ഇത്രയും കാലമായിട്ടും അതിനൊരു പരിഹാരം കാണാത്തതിന്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ മെമ്പർമാരോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഉടനടി പരിഹാരം കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ
ബിൽഡിങ്ങുകൾ ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് മറ്റും മറിച്ച് എല്ലാ കാര്യങ്ങളും കൂടെ വന്നു. പക്ഷെ അതിലേക്കൊക്കെ ഉള്ളത് ഇവിടെ ഒരു സിംഗിൾ ഫേസ് ലൈന് മാത്രമാണുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് 3 ഫേസ് ലൈനും കൂടെ എത്തിച്ച് ഇതിനും പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വരും കാലങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും തീരുമാനമാക്കാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധം തന്നെ നമ്മുടെ ഭാഗത്തുണ്ടാകുമെന്ന് അറിയിക്കാനാണ് ഇവിടെ അവസരം. LDF അംഗങ്ങളായ സഫിയ, മനീഷ, സബ്ന ഷിയാബ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.